ഹലോ, നമസ്കാരം. അങ്ങനെ SSLC എക്സാമും കാര്യങ്ങളൊക്കെ തുടങ്ങാറായി. എല്ലാവരും അതിൻ്റെ തയ്യാറെടുപ്പിലാണ്. ചിലരൊക്കെ ഫൈനൽ റൗണ്ടിൽ ഓരോ റൗണ്ട് കൂടി ഒന്നുകൂടെ റിവിഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പ്രിപ്പയർ ആവുന്നുണ്ട്. ചിലർ ടെൻഷൻ അടിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനങ്ങനെ ഫേസ്ബുക്കിൽ കുറേ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ കുറച്ച് പേരുടെ ആശങ്കകൾ കാണാനിടയായി. അമ്മമാരുടെയാണ് കൂടുതലായിട്ട് കാണുന്നത്. അപ്പോൾ ഒരു വീഡിയോ ഇടാതെ തീരുമാനിച്ചു. അങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വരികയാണ്. മറ്റൊന്നുമല്ല, എക്സാമിനെ എന്തിനാണ് അങ്ങനെ പേടിക്കാനുള്ളത്? ഞാൻ ആദ്യം എനിക്ക് ചോദിക്കാനുള്ളൊരു കാര്യമാണ്, എക്സാമിന് എന്തിനു നമ്മൾ പേടിക്കണം? ജീവിതത്തിൽ ജയം പരാജയം ഈ രണ്ട് കാര്യങ്ങളും നമുക്കുണ്ടാവും. അപ്പോൾ നമ്മൾ പരാജയപ്പെടുമോ, അല്ലെങ്കിൽ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ എൻ്റെ മകന് അല്ലെങ്കിൽ എൻ്റെ മകൾക്ക് 100% മാർക്ക് കിട്ടൂ, എല്ലാത്തിലും A+ കിട്ടൂ, എല്ലാത്തിലും A ഗ്രേഡ് കിട്ടൂ എന്നൊക്കെയുള്ള ഒരു ആശങ്കകളാണ് കൂടുതൽ കാണുന്നത്. കുട്ടികളൊക്കെ കൂടുതൽ ടെൻഷൻ അടിക്കുന്നതും രക്ഷിതാക്കളാണ്. ചില രക്ഷിതാക്കൾക്കിടയിൽ ഞാൻ എല്ലാവരെയും കുറ്റപ്പെടുത്തില്ല. ഞാനും ഒരു രക്ഷിതാവാണ്, പഠിക്കുന്ന കുട്ടിയുടെ അച്ഛനാണ്. അപ്പോൾ പൊതുവേ രക്ഷിതാക്കൾക്കിടയിൽ, പ്രത്യേകിച്ച് അമ്മമാർക്കൊരു ഇതുണ്ട്, മറ്റു കുട്ടികളെ അപേക്ഷിച്ചിട്ട് ആ സ്വന്തം കുട്ടിക്ക് മാർക്ക് കൂടുതൽ വേണം എന്നുള്ളൊരു വാശി. ആ ഒരു പ്രഷർ അമ്മമാരെന്ത് ചെയ്യും, കുട്ടികളുടെ മേത്ത് അടിച്ചേൽപ്പിക്കൽ തുടങ്ങും. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയണം കേട്ടോ. അപ്പോൾ അവർ ചിന്തിക്കുക, അയ്യോ മറ്റേ കുട്ടീനേക്കാൾ മാർക്ക് എൻ്റെ കുട്ടിക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു മോശമല്ലേ, അല്ലെങ്കിൽ ആ കുട്ടിക്ക് A+ കിട്ടി, എൻ്റെ കുട്ടിക്ക് A കിട്ടിയുള്ളൂ, അത് വലിയൊരു, അല്ലെങ്കിൽ B+ കിട്ടിയുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ വലിയൊരു കുറവായിട്ടാണത് അമ്മമാർ കാണുന്നത്. എൻ്റെ വൈഫടക്കം അങ്ങനെ കേട്ടോ. എൻ്റെ മോൾക്ക് A ബേഡ്സ് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ആശങ്കപ്പെടുന്ന ആളാണ് എൻ്റെ വൈഫ്. അപ്പോൾ ഞാൻ ചിന്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജീവിതത്തിൽ ജയം പരാജയം എല്ലാം ഉണ്ടാവും. ഞാൻ SSLC ഒരു വട്ടം ഒരു വിഷയത്തിൽ മാത്രം തോറ്റിട്ട് 2ാം വട്ടം എഴുതിയിട്ട് അന്ന് ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു, 6 മാസത്തിലേക്ക് നമുക്കൊരു ആ വിഷയം മാത്രം, അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പ് മാത്രം എഴുതിയെടുക്കാം. ഫസ്റ്റ് ഗ്രൂപ്പ് സെക്കൻഡ് ഗ്രൂപ്പ് പറഞ്ഞിട്ട് അങ്ങനെ 2 ഗ്രൂപ്പായിരുന്നു എക്സാം ഉണ്ടായിരുന്നത്. ആ സെക്കൻഡ് ഗ്രൂപ്പിൽ ആ മാത്സിലാണ് ഞാൻ പരാജയപ്പെട്ടത്. ആ മാത്സ് മാത്രം, അല്ലെങ്കിൽ ആ ഗ്രൂപ്പിലെ മൊത്തം വിഷയങ്ങൾ എഴുതിയെടുത്തുകൊണ്ട് കുറച്ചുകൂടെ കൂടുതൽ മാർക്ക് മേടിച്ച് ഞാൻ പാസ്സായി. അപ്പോൾ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കൽ കൂടി ശ്രമിച്ചത് എഴുതിയെടുക്കാം എന്ന് കരുതി ഫസ്റ്റ് ചാൻസിൽ തന്നെ ജയിച്ചേ പറ്റൂ, അല്ലെങ്കിൽ A+ വാങ്ങിയേ പറ്റൂ എന്നൊക്കെ പറഞ്ഞ് കുട്ടികളെ നമ്മൾ സമ്മർദ്ദത്തിൽ ആക്കാണ്ടിരിക്കുക. അവർ പഠിക്കട്ടെ, അവർ റിലാക്സ് ചെയ്തിട്ട് എക്സാം എഴുതട്ടെ. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികളോട് പറയാനുള്ളത് അത്ര മാത്രമേ ഉള്ളൂ, നിങ്ങൾ റിലാക്സ് ചെയ്തിട്ട് എക്സാം എഴുതുക. ടെൻഷൻ അടിച്ച് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്ന ആൻസർ പോലും കിട്ടണമെന്നില്ല. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളൊരു വസ്തു മറന്നു വെച്ചു, നമുക്ക് പെട്ടെന്ന് ആ വസ്തു ആവശ്യമുണ്ട്, അത് തിരഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടെൻഷൻ അടിച്ച് തിരഞ്ഞാൽ ഒരിക്കലും നമ്മുടെ കയ്യിൽ ആ സാധനം കിട്ടില്ല. നമ്മൾ തൊട്ടടുത്തിരിക്കുന്നെങ്കിൽ പോലും നമ്മളത് കാണില്ല. നേരെ മറിച്ച് റിലാക്സ് ചെയ്ത് തിരയുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആ ഒരു സാധനം കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെയാണ് എക്സാമിൻ്റെ സമ്മർദ്ദം എന്ന് പറയുന്നതും കാര്യങ്ങളൊക്കെ വളരെ റിലാക്സ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ വളരെ ടെൻഷൻ ഫ്രീ ആയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് നമ്മൾ എഴുതുക. ബാക്കി വരുന്ന മാർക്കുണ്ടല്ലോ, അത് പുറകെ വന്നോളും. നമ്മളങ്ങനെ എഴുതുമ്പോൾ തന്നെ കുറേ റിസൾട്ട് നമുക്ക് കിട്ടും. നമുക്ക് ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാവും, കുറച്ചുകൂടെ കോൺഫിഡൻസ് ലെവൽ നമ്മുടെ കൂടും. കാരണം നമ്മൾ മനസ്സിൽ ചിന്ത അങ്ങനെയാണല്ലോ, വരണോടത്ത് വെച്ച് കാണാം എന്നുള്ള ചിന്തയാണ്. മറ്റേതെന്ന് പറയുമ്പോൾ, അയ്യോ ഞാൻ തോൽക്കുമോ, അല്ലെങ്കിൽ എനിക്ക് മാർക്ക് കുറയുമോ, A+ കിട്ടാതിരിക്കുമോ എന്നൊക്കെ കരുതിയിട്ട് നമ്മൾ എഴുതുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ നമ്മൾ പിന്നോക്കം പോവുകയാണ് ചെയ്യുക. അപ്പോൾ എല്ലാവരും പറ്റുമെങ്കിൽ കാലത്ത് നല്ല രീതിയിൽ ഒന്ന് റിലാക്സ് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും കുറച്ച് നേരം ബ്രീത്തിങ് എക്സസൈസോ, അല്ലെങ്കിൽ ചെറുതായിട്ട് യോഗ പോലുള്ള കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ചെയ്യുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ ഉന്മേഷം പകരുള്ളൂ. പിന്നെ മാക്സിമം മൈൻഡ് റിലാക്സ് ആക്കി വയ്ക്കാൻ ശ്രമിക്കുക. ഹൈപ്പർ ടെൻഷൻ വരുത്താണ്ടിരിക്കാൻ നോക്കുക. നിങ്ങൾക്ക് പാട്ട് കേൾക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ പാട്ട് കേൾക്കുക, പാട്ട് പാടാൻ തോന്നുന്നുണ്ടെങ്കിൽ പാടുക, ഒരു സിനിമ കാണാൻ തോന്നുന്നുണ്ടെങ്കിൽ സിനിമ കാണുക. കാരണം നിങ്ങൾ ഫുൾ ടൈം പ്രഷറിലാകരുത്. എക്സാം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ കൂടുതൽ സ്വയം പ്രഷർ കൂട്ടി വെക്കരുത്. അപ്പോൾ റിലാക്സ് ചെയ്തിട്ട് എക്സാം എഴുതുക, ടെൻഷൻ ഫ്രീ ആയിട്ട് എക്സാം എഴുതുക. നിങ്ങൾക്ക് വിജയം നിങ്ങളുടെ ഒപ്പം തന്നെ ഉണ്ടാവും. ഇതെൻ്റെ അല്ലെങ്കിൽ ഒരു സഹോദരൻ്റെ, അല്ലെങ്കിൽ ഒരു സുഹൃത്തിൻ്റെ, അല്ലെങ്കിൽ ഒരു രക്ഷിതാവിൻ്റെ ഒരു അഭിപ്രായമാണെന്ന് കരുതി നിങ്ങൾ എടുക്കാൻ പറ്റുന്നവരെടുക്കുക.